അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് 2 ചിക്കൻ, ഫുൾ ചിക്കനാണ്. ഫുൾ ചിക്കൻ വെച്ചിട്ട് തന്തൂരി ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. ഓവനിലല്ല, ഇത്രയും വലിയ, എൻ്റെ ഓവൻ ഇത്രയും വലുതല്ല, ഇത് ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് മസാലക്കൂട്ട് അതിൻ്റെയും ഞാനിത് എണ്ണയിലിട്ട് പൊരിച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ടിപ്പാണത്. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ചെയ്യുന്ന ഐറ്റംസ് പെട്ടെന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ അത് പൊരിക്കുമ്പോഴും ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതിന് ഞാനിപ്പോൾ എൻ്റെ രീതിയിലുള്ളൊരു ചെറിയ ടിപ്പ് എന്ന് വെച്ചാൽ, ഗ്യാസിനകത്ത് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിക്കൊന്നും വേണ്ട, ചൂടായാൽ മതി. അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് ഉപ്പ്, ടീസ്പൂണാണേ. അതൊന്ന് ഇളക്കി കൊടുക്കും. വലിയ ചൂടൊന്നും വേണ്ട, എന്നാലും ഒരു ചെറിയ ചൂട്. ചിക്കൻ വെന്തു പോകരുത്, ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഉപ്പുവെള്ളം അതിനകത്താവുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന മാരിനേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് എന്തായാലും പിടിച്ചോളും. മാത്രമല്ല ഇച്ചിരി ടേസ്റ്റും കൂടും, ഒന്ന് സോഫ്റ്റ് ആവും. ഇതാണ് ചിക്കൻ. രണ്ട് ചിക്കനും കൂടി, ഒരു ചിക്കൻ 1600 ഞാനിപ്പോൾ ഒന്ന് മുക്കിപ്പൊക്കാൻ പോവാ. ഇത് ഞാൻ 2 ചിക്കൻ ഒന്ന് മുക്കി പൊക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ നന്നായിട്ടൊന്ന് ഇതിന് വരഞ്ഞു കൊടുക്കണം. അതായത് താങ്ങണില്ല, ഈ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഭാഗമാണ്, ചെസ്റ്റ് ഭാഗം. അത് നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ വരഞ്ഞു കൊടുക്കണം, എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ അതിൻ്റെ ഗ്രേവിയൊക്കെ. ഇതേപോലെ മൊത്തത്തിൽ വരഞ്ഞ് ഒരു പരുവത്തിലാക്കണം. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യണേ. ഒരു വെട്ടും കുത്തും കൊണ്ട പരുവത്തിലായി നന്നായിട്ട്. കാരണം എന്നാലേ ഇത് ഇവിടെയൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അതേ മുറിച്ച് കഴിഞ്ഞു, മുറിച്ചല്ല, സോറി, നന്നായിട്ട് വരഞ്ഞൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് വരഞ്ഞ് എല്ലായിടത്തും കണ്ടോ, നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇതും ഇതുപോലെ നന്നായിട്ട് വരയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇത് ഈ ഭാഗത്ത്, നെഞ്ച് ഭാഗത്ത്, അപ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഞാനത് കഴുകി വൃത്തിയാക്കി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണ സ്റ്റാർട്ടിങ് നോക്കാം. കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കളറും കിട്ടും, നല്ല തേക്കുമാണ് അതിനകത്ത്. ഇപ്പോൾ മുളക് പറ്റിക്കഴിഞ്ഞു. ഇനി ഉപ്പ് അധികമൊന്നും ഇടരുത്, നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇതിനൊന്ന് തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കൂടിപ്പോവും. ഇതുപോലെ ഒന്ന് ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക.
ഇനി അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കഴിഞ്ഞു. ഇനി വേണ്ടത് ലെമൺ ജ്യൂസാണ്, നാരങ്ങാനീര്. ഉപ്പിട്ട് കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരു ലെമൺ ജ്യൂസാണ്. രണ്ട് ഭാഗത്തും നന്നായിട്ടൊന്ന് ഇത് അളവനുസരിച്ചിട്ടാണ് കേട്ടോ. നമുക്കൊന്ന് കുറച്ചൊരു ടേബിൾ സ്പൂൺ മതി ഒരു കോഴിക്ക്. നന്നായിട്ടൊന്ന് അപ്പോൾ ഞാനെൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ മാറിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ എടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ മുളകും ഉപ്പും പിന്നെ ലെമൺ ജ്യൂസും കൂടിയിട്ടുള്ള മാറിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൻ്റെത് അത് നമുക്ക് റെഡിയാക്കാം. ഇപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ തൈരാണ്. തൈര് ഞാൻ ഇങ്ങനെ ഒരു വല പോലത്തെ ഒരു തുണിക്കകത്ത് അതിനകത്തേക്ക് തൈര് ഇട്ട് വെച്ചിട്ട് ഞാൻ അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം പോയിട്ടുണ്ട്, തൈരിനകത്തുള്ള വെള്ളമാണത്. തൈര് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്, ഇവിടെ ഉണ്ടാക്കിയതല്ല. ഇനി നമുക്ക് ഈ തൈര് എടുക്കാം. തൈര് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. വെള്ളം കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. പച്ചവെള്ളത്തിൻ്റെ ചുവ ഇല്ലാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. ഇതാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്താണിത്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നേരത്തെ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടിട്ട് ഇത് കുറച്ച് മതി. 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയാണ്. അതൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു ടീസ്പൂൺ ഉപ്പ്. മാറിനേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ഇടുക. നന്നായിട്ടൊന്നത് കുഴച്ചെടുക്കണം. ഇതിനകത്തേക്ക് കുറച്ച് ചാറ്റ് മസാല, 1 ടീസ്പൂണാണ് ചാറ്റ് മസാല. 1 ടീസ്പൂൺ ചാറ്റ് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കുറച്ച് നേരത്തെ പോലെ തന്നെ ലെമൺ ജ്യൂസ്, നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയാണ് 1 ടീസ്പൂൺ, അത് ഞാൻ ഒഴിക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഓയിൽ, എന്ത് ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ ഇടുന്നു. സൺഫ്ലവർ ഓയിലായാലും റൈസ് ബ്രാൻഡ് ഓയിലായാലും കുഴപ്പമില്ല. 1 ടീസ്പൂണാണ് ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് നേരത്തെ ചെയ്തു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഞാൻ എടുത്തു വെച്ച ഈ മിക്സ് ഞാൻ തേക്കുവാണ്. എല്ലാവർക്കും നേരത്തെ മുളക് ചേർത്തതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം.
ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൻ മാരിനേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്കൊരു 2 മണിക്കൂർ വയ്ക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മണിക്കൂർ വെച്ചു. അപ്പോൾ ഞാൻ എടുത്തു. ഇനി ഇത് ഞാൻ ചട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെറിയ അടപ്പാണ്, വലിയ ഇതാണ് വെച്ചിരിക്കുന്നത്. ഞാനിതിനകത്തേക്ക് ഇത് ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിക്കാൻ പോവാണ്. ഞാനിത് എണ്ണ ഒഴിക്കുകയാണ്. ഇതിൽ എത്ര എണ്ണ വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ചെറിയ ചട്ടിക്ക് ചെറിയൊരു ഹോൾ വന്നു, അതുകൊണ്ടാണ് ഞാൻ വലുതെടുത്തത്. ഞാനിത് എണ്ണ ഒഴിക്കാൻ പോവാണ്. എത്ര എണ്ണ വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ആ ഒരു ചിക്കൻ എടുത്തൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇടുന്നതിന് മുന്നേ തന്നെ ഓയിൽ, നേരത്തെ ഓയിലിൻ്റെ ബാക്കി ഇതിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്യണം. നേരത്തെ എടുത്ത ഒലിവ് ഓയിലില്ലേ, അതിൻ്റെ ബാക്കിയാണേ. ഒന്ന് പൊരിക്കുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് ഒഴിച്ചു. ഇനി ഇത് ചട്ടിയിലേക്ക് ഇടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ നോക്കട്ടെ. ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും 1.5 പാക്കറ്റ് എണ്ണയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇടാം. ഞാൻ ആദ്യം ചിക്കൻ ഇടാൻ പോവാണ്. ചിക്കൻ ഞാനിടാൻ പോവാണ്. അപ്പോൾ അത് ചിക്കൻ തന്തൂരി എല്ലാ ഓവനിലും ചുട്ടുമൊക്കെ എടുക്കുന്നത് ഞാനിത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. അത് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കുറച്ച് ബട്ടർ ഒന്നിങ്ങനെ മീതയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ എണ്ണ തന്നെ ബാക്കിയുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനാണത് ചെയ്തത്. പിന്നെ കാണിക്കാതെ ഇത് പൊരിച്ച എണ്ണയാണ്. അതും ഒരു ഇച്ചിരി ഞാൻ എൻ്റെ മീതയിലിടുവാണ്. ഇനി ഇത് ഞങ്ങൾ തിന്നാൻ തുടങ്ങാൻ പോവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ 2 പ്ലേറ്റിൽ മയോണൈസും. ഇനി ഞങ്ങളിത് തിന്നാൻ തുടങ്ങുവാണ്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.